ന്യൂട്ടൺ ഇൻ്റഗ്രൽ കാൽക്കുലസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പൈയുടെ വാല്യൂ കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും 400 വർഷം മുന്നേ ജീവിച്ചിരുന്ന മലയാളിയായൊരു ഗണിതശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന. അദ്ദേഹം ഇൻഫിനിറ്റ് സീരീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പൈയുടെ വാല്യൂ നിർണ്ണയിക്കാനുള്ള എല്ലാ മെത്തേഡുകളും അന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1300-കളിൽ. ആ സമയത്തൊക്കെ ലോകം മുഴുവൻ ഒരു പഴയ മെത്തേഡ് വെച്ചിട്ടാണ് പൈയുടെ വാല്യൂ നിർണ്ണയിച്ചിരുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള വാല്യൂ ഒന്നും നമുക്ക് കിട്ടില്ല. അതൊരു പോളിഗൺ മെത്തേഡാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഈ എന്താ പറയുക ലെജൻഡിന് നമ്മളിൽ കുറേ പേർക്കൊന്നും അറിയ പോലുമില്ല. എന്നാൽ ന്യൂട്ടനെയൊക്കെ നമുക്കറിയാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉള്ള ലെജൻസിനെയൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഇപ്പോൾ ന്യൂട്ടൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടണം, കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഓർമ്മിക്കപ്പെടണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ അറിയുന്നത്, ഇത്ര ഫേമസ് ആയിട്ടിരിക്കുന്നതും. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ നാട്ടിലുള്ള ലെജൻസൊന്നും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാത്തതുകൊണ്ടും അതിനുവേണ്ടി ഒന്നും ചെയ്യാത്തതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ നമ്മളാരും അവരെയൊന്നും ഓർക്കാത്തത്. എന്നാൽ അവരുടെ വർക്കുകളൊക്കെ ചിലപ്പോൾ കുറേ ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള വർക്കുകളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മൂടിപ്പോയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്.